എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ വൈകിട്ട് വന്നു, ചായ കുടിച്ചു. ഇന്ന് ഇച്ചിരി കുറച്ച് സമയം നേരത്തെയാണ് വന്നത്, ശനിയാഴ്ചയല്ലേ, അതുകൊണ്ട് വന്ന് ഇപ്പം സന്ധ്യാസമയത്ത് എൻ്റെ രാത്രി ഭക്ഷണം ചോറൊക്കെ കഴിച്ച്, കറിയൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. ഫ്രിഡ്ജിലിരുന്ന കറി, ചിക്കൻ്റെ കറി, അവിയൽ, ചോറ് ഇതൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ യൂട്യൂബിലൂടെ ഇങ്ങനെ വെറുതെ ചുമ്മാതെ ഓടിച്ചിങ്ങനെ നോക്കി, മൊബൈൽ കുത്തി ഇങ്ങനെ ഇരുന്ന് അപ്പോഴാണ് നമ്മുടെ സൗമ്യ മാവേലിക്കര ഒരു വീഡിയോ ഇട്ടേക്കുന്നത് കണ്ടത്. പിന്നെ നമ്മുടെ നാഗയുടെ ഒരു അനുകരണമാണ് ഇട്ടിരുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴേ വിചാരിച്ച് എന്നാൽ ഒരെണ്ണം അതങ്ങ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാനും ഒരെണ്ണം ചെയ്ത്. ആ ഫേഷ്യൽ എക്സ്പ്രഷനും ആ എക്സ്പ്രഷനൊന്നും സൗമ്യൊന്നും ചെയ്യുന്ന കണക്കൊന്നും നമുക്കൊന്നും ഒരിക്കലും പറ്റത്തില്ല. നാഗയുടേത് നാഗയുടെ ആ ഭാവവും അതെല്ലാം നാഗയ്ക്കല്ലേ കാണത്തുള്ളൂ. അവർ നല്ല ഒരു സ്വഭാവമുണ്ട്, അവരുടെ വളരെ മോശം സ്വഭാവമുണ്ട്. വളരെ കാമാൻഡ് കൊയറ്റായിട്ട് ശാന്ത സ്വഭാവമായിട്ടിരിക്കുന്ന അവരെ ആരെങ്കിലും വല്ല കമൻറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയലൻ്റ് ആക്കുമ്പോഴാണ് അവരുടെ വായിൽ നിന്നും വികട സരസ്വതികളെല്ലാം ഇങ്ങനെ അനർഗളം നിർഗളം പുറത്തേക്ക് വരുന്നത്. അത് കാരണം അത് കേൾക്കാനായിട്ട് ഒരുപാട് ഫോളോവേഴ്സ്, ഇഷ്ടം പോലെ ലൈക്സും ഡിസ്ലൈക്സും, അവർക്ക് ഒരുപാട് വ്യൂസും എല്ലാം അങ്ങനെ അവർക്ക് കിട്ടുന്നുണ്ട്. അത് അവരെ വയലൻ്റാക്കി വിടുന്നത് കാരണം എല്ലാം ആളുകളാണ്, എല്ലാം വ്യൂവേഴ്സാണ്. അവർക്ക് കിട്ടുന്ന സപ്പോർട്ടും എല്ലാം. നെഗറ്റീവ് കമൻസിന് അവർ നല്ല കൃത്യമായ മറുപടി നല്ല ലാംഗ്വേജിൽ തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് പറയാൻ കാരണം ഇങ്ങനെ നോക്കി വരുമ്പോൾ ഓരോ ചാനലുകളും കാണുന്നതാണ്. അങ്ങനെ കണ്ട് വന്നപ്പോഴാണ് സൗമ്യയുടെ പെർഫോമൻസ് കണ്ടത്. കിടിലം പെർഫോമൻസാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭാവവും എല്ലാം ഉണ്ട്. എന്നിട്ട് പിന്നെ ഓരോന്നിങ്ങനെ കണ്ടു വന്നപ്പോൾ ഒരു ചാനലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവർ ഇനി ചാനൽ നിർത്തുകയാണ്, ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കാരണം വ്യൂസൊന്നും വലുതായിട്ടില്ല. 3-4 കൊല്ലമായി തുടങ്ങിയിട്ട് ചാനൽ ഇതുവരെ പച്ച പിടിച്ചില്ല. കാരണം റെക്കമെൻഡേഷനൊന്നും കൂടുതൽ കിട്ടുന്നില്ല, വ്യൂസൊക്കെ കുറവാണ്, അവർക്ക് മോണിറ്റൈസേഷനൊന്നും ആയില്ല എന്നൊക്കെയുള്ള സങ്കടങ്ങൾ. അതൊരു ചാനൽ. അങ്ങനെ ഇങ്ങനെ ഓരോന്ന് കണ്ട് ഇവിടെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ നാഗയുടെ ഒരെണ്ണം ഇട്ടത്. പക്ഷേ ആ ഭാവമൊന്നും നമുക്കൊന്നും കിട്ടത്തില്ല. അത് ഈ റീൽസും ഈ അനുകരണമൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അത് ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ചെയ്യുന്നത് അത്രയ്ക്ക് നല്ല കഴിവും എല്ലാം ഉള്ള നല്ല മിടുക്കി കുട്ടികളാണ് അതങ്ങനെ ചെയ്യുന്നത്. അത് ചിലതെല്ലാം അത്രയ്ക്കങ്ങ് ആസ്വദിക്കും. അത്ര സുന്ദരമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതെല്ലാം കണ്ട് ഞാനിവിടെ ഇരിക്കുന്നു. എനിക്ക് ഇനി വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മഴ കുറച്ച് സമയം മാറി നിന്നപ്പോഴത്തേന് നല്ല ചൂട്, പകലും നല്ല ചൂട്, രാത്രിയിൽ ഇപ്പം നല്ല ചൂട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനലും പച്ച പിടിച്ചതൊന്നുമില്ല. അതും ഇങ്ങനെ ഒരറ്റത്ത് ഞാൻ ഇങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം വലിയ ചാനലുകളൊക്കെയാണ് എല്ലാവരും കാണുന്നത്. നമ്മൾ ഈ കുഞ്ഞ് ചാനലുകാരെയൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ അത്ര നല്ല വലിയ കണ്ടൻറ്റും ഈ കണ്ടൻറ്റ് ഒന്നും ഇല്ലാത്തവരാണ് കൂടുതൽ കയറി പോകുന്നത്. ഒരു കണ്ടൻറ്റും ഇല്ല, വീട്ടിലിരുന്ന് ചുമ്മാ വിശേഷങ്ങളൊക്കെ പറയുന്നു, വീട്ടിൽ ഓരോന്നെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ചാനലുകളും പിന്നെ നല്ല സ്കിറ്റൊക്കെ ചെയ്യുന്നതും നല്ല പാട്ടൊക്കെ പാടുന്ന ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം നല്ല ഇതിൽ പോകുന്നുണ്ട്. അല്ലാതുള്ളതെല്ലാം ഇങ്ങനെ ഗതി കിട്ടാത്ത പ്രേതം പോലെ ഇങ്ങനെ ഗതി കിട്ടാതെ അലയുന്നു. ഇങ്ങനെയൊക്കെയാണ് ചാനലുകളുടെ ഓരോ അവസ്ഥ. ഞാൻ നല്ലത് എനിക്കിഷ്ടമുള്ളതെല്ലാം കാണുന്നു, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് തോന്നുന്നതും എല്ലാം ഇതിലൂടെ പറയുന്നു. ഈ ചാനൽ തുടങ്ങിയത് കൊണ്ട് എനിക്കുള്ള പ്രയോജനമെന്ന് വെച്ചാൽ കുറേ നെഗറ്റിവിറ്റി മാറി ഞാൻ കുറച്ച് പോസിറ്റീവായി. മറ്റത് എനിക്ക് ഒരുപാട്
പെട്ടെന്ന് സങ്കടവും പെട്ടെന്ന് അങ്ങനെയൊക്കെ അതെല്ലാം അങ്ങ് മാറി ഞാൻ ഈ വൈകുന്നേരത്തൊക്കെ വരുമ്പോൾ ഈ ചാനലിന് എന്തിടണം, ഇനി എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇതിനകത്തോട്ട് അങ്ങ് ഇൻവോൾവായി. അതെനിക്കുള്ളൊരു പോസിറ്റീവാണ്. അല്ലാതെ ഒന്നും ആയില്ല. അതിങ്ങനെ ഒരു പാവത്തിങ്ങനെ കിടക്കുകയാണ്. ആളുകൾ കുറച്ച് പേരെല്ലാം കാണുന്നുണ്ട്, കാണുന്നവരും ഉണ്ട്. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. കുറേ ആളുകളെങ്കിലും കാണുന്നുണ്ട്. എല്ലാവരും പുതിയ ആൾക്കാരും പുതിയ കൂട്ടുകാരും എല്ലാം ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പിന്നെ ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങളാണ്. ഇല്ല, പയ്യൻ്റെ ബോഡിയൊക്കെ കിട്ടി, അതിൻ്റെ എല്ലാം കഴിഞ്ഞു. ഇനി എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മാവിന് വേണ്ടി ശാന്തി നേരാം. ഇതൊക്കെ പറ്റത്തുള്ളൂ. ഇനിയൊന്നും ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളൊന്നും ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ. നമ്മളും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, എല്ലാ ദിവസവും ഓരോ കാര്യങ്ങളും എല്ലാം ചെയ്ത് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഒറ്റ നിമിഷം മതി എല്ലാം അങ്ങ് അവസാനിക്കാൻ. ഈ ഒരു അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ നമുക്ക് ഒന്നൊരു കുഴപ്പവും വരുത്തില്ലെന്നും പറഞ്ഞ് പോസിറ്റീവായിട്ടങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു വിഷമവും ഇല്ല, ഹാപ്പി ആയിട്ട് നമുക്കങ്ങ് അക്കരെ പോകാം. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എൻ്റെ കൂടെ തുടങ്ങിയ ചാനലിൽ അവരെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചാനലങ്ങ് ഒന്നും ആയിട്ടില്ല. കൂട്ടുകാർ കുറേ പേരൊക്കെ കാണുന്നുള്ളൂ. എനിക്ക് അതിലൊന്നും വിഷമമൊന്നുമില്ല. കാരണം എനിക്കിപ്പോൾ ഒരു ടൈം പാസ്സായിട്ടും കുറച്ച് പോസിറ്റിവിറ്റിയും ഒക്കെ ആയിട്ട് ഞാൻ ഈ ചാനലുമായിട്ട് അങ്ങ് മുന്നോട്ട് പോവുകയാണ്. പിന്നെ വേറെ ഇന്ന് വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ ഇനി വീണ്ടും ഇവിടെ മൊബൈലുമൊക്കെ നോക്കിയിരിക്കാൻ പോവുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.